ഇന്ന് നമ്മൾ വളരെ പ്രധാനമായിട്ടും ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ്. അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ ജീവിച്ചാൽ പോരെ? എന്താണ് ഇത്രമേൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോ നമ്മളോട് പറയുന്നതും പഠിപ്പിക്കുന്നതുമായ പ്രധാനപ്പെട്ട കാര്യം, മക്കളെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾ അനുസരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളൊരു വചനം എഴുതി പഠിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12, 12-ാം അധ്യായം 12-ാം തിരുവചനം. ഇത് പലർക്കും അറിയാവുന്ന ഒരു വചനമാണ്. എങ്കിലും നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്കത് പ്രധാനമായും നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തും. ആ വചനം ഇങ്ങനെയാണ്: എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് വചനം. അപ്പോൾ ആ നോട്ട് ബുക്കിൽ എഴുതിക്കോ കേട്ടോ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലത് കൈയൊക്കെ ഉള്ളവർ വലത് കൈ ഉയർത്തി പറഞ്ഞേ, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്തു പറയണം, എന്തു ചെയ്യണം എന്ന് ആര് പഠിപ്പിക്കുമെന്ന്? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു, ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു, ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു. പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. ഈശോ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ഇന്നത്തെ ജീവിത അവസ്ഥ മാറണോ? എന്ത് ചെയ്യണം? നീ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഭാരപ്പെട്ട് വിഷാദിച്ച് ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഇനി എന്തു ചെയ്യണം എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളോടുകൂടെ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോ, ഈ ഒറ്റ കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ നീ കേൾക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രം അടിമുടി മാറ്റിമറിക്കപ്പെടും. ഉറപ്പാണ്. ഓരോ വ്യക്തിയും ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രമിച്ചേ, അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചേ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം, ഗതി അങ്ങ് മാറാൻ തുടങ്ങും. ഈ ദുഃഖം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 77-ന്റെ 10 എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത്, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണെന്ന്. ഇന്നത്തെ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം? ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, പേരൻസ്. വറീഡ് അല്ലേ? ആരെക്കുറിച്ചാണ്? മക്കളെക്കുറിച്ചാണ്. മകനെക്കുറിച്ച്, മകളെക്കുറിച്ച്, അവരുടെ വിവാഹം, അവരുടെ ജോലി, അവരുടെ പഠനം, അവരുടെ സ്വഭാവം. ഒത്തിരി മാതാപിതാക്കൾ, ധ്യാനകേന്ദ്രത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന മാതാപിതാക്കൾ വല്ലാണ്ട് ഭാരപ്പെട്ടായിരിക്കുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരവൊന്നുമില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകുന്ന കാര്യം, നിന്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാത്തത്. അപ്പം ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം, ബി റെഡി ടു ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ ഒരു തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആര് പറയുന്നത് കേൾക്കും? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കും, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും. ഓക്കെ? അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖല അതാണ്. ഈശോ എങ്ങനെയാണ് ഈ ഭൂമിയിൽ, നമ്മളെപ്പോലെ സാധാരണക്കാരനല്ലേ,
ഈശോ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചത്? വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പറയുന്ന കാര്യം, ഈശോയുടെ എല്ലാ നിലപാടിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമ്പൂർണമായും ആശ്രയിച്ചിരുന്നു. ഒന്ന് രണ്ട് വചനം പറയാം, ഒന്ന് വായിക്കണേ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. ലൂക്കാസ് വിശേഷം ചാപ്റ്റർ 4, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4, 1-ാം വചനം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. അപ്പം ദേ 4-ാം വചനം സൂചിപ്പിക്കുകയാണ്, ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആത്മാവിൽ നിറയപ്പെട്ടു. ഈ ആത്മാവിൽ നിറഞ്ഞ് ജോർദാനിൽ നിന്നും മടങ്ങിയ ഈശോ ദേ 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, മരുഭൂമിയിൽ ജീവിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മരുഭൂമിയിൽ ഈശോ സ്വീകരിച്ചതും അനുഭവിച്ചതും ആരെയാ? പരിശുദ്ധാത്മാവിനെയാ. അതുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഈശോ ഒരു കാര്യം ദൈവജനത്തെ പഠിപ്പിച്ചു. ഏത്? ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18 എന്താ പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അങ്ങനെ തുടങ്ങണേ. ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് കേട്ടോ. ആരുടെ ആത്മാവ്? ഭർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പം ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം ഈ പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞ് നിർത്തുവല്ല. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഈശോയുടെ എല്ലാ സ്വഭാവ രീതികളിലും ഉണ്ടായിരുന്നു. ഈശോയുടെ ഓരോ നിലപാടുകളിലും കൃത്യമായിട്ട് ഈ കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് 1-2 വചനം നമ്മളൊന്ന് വായിച്ച് ശ്രദ്ധിക്കാൻ പോവാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11, 11-ാം അധ്യായം. ബൈബിൾ ഉള്ളവർ തുറന്നേ. നല്ല വചനമാണ് കേട്ടോ. ഇത് ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ പോവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 33. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിക്കണം. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി. അത് ശ്രദ്ധിച്ചോ. ഈശോ നെടുവീർപ്പിട്ടു, ഈശോ അസ്വസ്ഥനായി. പക്ഷെ ഒരു കുഞ്ഞു കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ലൂക്കാസ് വിശേഷം. അതെന്തുവാ? യോഹന്നാൻ സുവിശേഷകൻ, യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടു, ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. നമ്മൾ നെടുവീർപ്പിടാറുണ്ടോ? അസ്വസ്ഥരാകാറുണ്ടോ? അതേ പണിയുള്ളൂ. രാവിലെ മുതൽ ഈ നെടുവീർപ്പിട്ട് അസ്വസ്ഥനായി ഇരിക്കുമല്ലേ. അപ്പം നമ്മളോട് ഈ വചനം പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? യേശു നെടുവീർപ്പിട്ടതും അസ്വസ്ഥനായതും ആത്മാവിലാണ്. നമുക്ക് ആത്മാവിലാണോ നെടുവീർപ്പിടുന്നതും അസ്വസ്ഥരാകുന്നതും? ചിന്തിച്ചാൽ മതി. ഈശോയുടെ ഈ എല്ലാ മാനുഷിക പ്രവൃത്തികളിലും തൊട്ടു പുറകിൽ വളരെ ശക്തമായിട്ട് നിന്നത് ഈ ആത്മാവിൻ്റെ വളരെ ശക്തമായ പ്രചോദനം. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ഇൻ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നെടുവീർപ്പിട്ടു, പരിശുദ്ധാത്മാവിനാൽ അസ്വസ്ഥനായി. മറ്റൊരു വചനം വായിക്കാം. യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം. ചാപ്റ്റർ 12 വേഴ്സ് 27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. 13-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം. ചാപ്റ്റർ 13 വേഴ്സ് 21. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ എല്ലാ മാനുഷിക പ്രവർത്തികളിലും കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ വളരെ വലിയൊരു പ്രചോദനത്തിലാണ് ഈശോ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അസ്വസ്ഥനായത്, നെടുവീർപ്പിട്ടത്
ആത്മാവിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു. കണ്ടോ, ലൂക്കാസ് വിശേഷകൻ പറയാണ്, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ, ആത്മാവിൽ ആനന്ദിച്ചു. ഇനി മർക്കോസ് വിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം, ചാപ്റ്റർ 8 വേർഡ്സ് 12, സെന്റ് മാർക്സ് ഗോസ്പൽ 12-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്, അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷകനും ലൂക്കോസും നമ്മുടെ യോഹന്നാനും ഒക്കെ ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈശോയുടെ എല്ലാ പ്രവർത്തികളുടെ പുറകിലും ഈ ആത്മാവിൻ്റെ പ്രചോദനം ശക്തമായിരുന്നു. അതാ നമ്മൾ ആദ്യം പഠിച്ചത്, ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുക. ഇത് നമ്മളെ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. ഈ ഭൂമിയിൽ നിനക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം, പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കാൻ തയ്യാറാവണം. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണോ? ഒരു പക്ഷേ ഇത് അച്ഛന്മാർ, കന്യാസ്ത്രീമാർ, ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകർ, അവർക്കൊക്കെ അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമൊക്കെ കേൾക്കാൻ പറ്റൂ, ഞങ്ങൾക്കൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ കൃപ കിട്ടിയിട്ടുണ്ടെന്ന്. നീ ഒന്ന് ശാന്തമായിട്ടിരുന്ന പരിശുദ്ധാത്മാവിനൊന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവ് സംസാരിക്കും, നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. അതുകൊണ്ടാണ് ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വചനം പറഞ്ഞത്, ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. കുറച്ചു പേരുടെ മേൽ മാത്രമെന്നാണോ? അല്ല, സകലരുടെ മേലും പരിശുദ്ധാത്മാവ്, സകലരുടെ മേലും പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കണം, നിനക്കും പരിശുദ്ധാത്മാവുണ്ട്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സ്വരം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും കിട്ടും. എങ്ങനെയുള്ളവർക്ക്? ആഗ്രഹിക്കുന്നവർക്ക് കിട്ടും. നിന്റെ ഇന്നത്തെ ജീവിതാവസ്ഥ എത്ര തകിടം മറിഞ്ഞതാണെങ്കിലും, എത്ര ചെളിക്കുള്ളിലേക്കാണെങ്കിലും, ഇനി രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം അത്രമേൽ ട്രാപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിക്കണം. കരങ്ങൾ ഉയർത്തി എല്ലാവരും നന്നായി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.